ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യയെ കാണാനായിട്ട്. എന്നാൽ ഇതറിയാതെ തന്നെ സുസ്മിതയും പിറകെ തന്നെ വരുന്നുണ്ട്. കുറേ ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം വിഷ്ണു ശാലിനിയെ ഫോൺ വിളിച്ചിട്ട് സത്യയുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നു. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. ഇത് കേട്ട് വിഷ്ണു പറയുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണെന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ അവൾക്ക് കുറവുണ്ട് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. മനസ്സിന്റെ വിഷമം മാറില്ലല്ലോ, കൊച്ചുകുട്ടിയല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിൽ തട്ടിയാൽ തന്നെ അത് മായാതെ കിടക്കും. ശ്യാമ പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് സത്യ വാശി പിടിക്കുന്നുണ്ട് അല്ലേ? അവിടെ വന്നാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയാമോ? സത്യയുടെ അച്ഛൻ ഞാനാണെന്ന് അവളോട് പറയാൻ പോവുകയാണ്. ഇത് കേട്ട് വിഷ്ണുവേട്ട എന്ന് ശാലിനി വിളിക്കുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് തന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്. സ്വപ്നത്തിൽ പോലും എന്നെ ചതിക്കത്തില്ല എന്നുള്ള എൻ്റെ വിശ്വാസത്തിന്റെ പുറത്ത്. വിഷ്ണുവേട്ട, സത്യ അങ്ങനെ നിർബന്ധം പിടിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ ഇപ്പോൾ അവൾ പൂർണ്ണമായും സുഖപ്പെട്ട് കഴിഞ്ഞു. കാര്യങ്ങൾ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ധൃതി പിടിച്ചിപ്പോൾ ഇങ്ങോട്ട് വരണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. സത്യ പൂർണ്ണമായും സുഖപ്പെട്ടു എന്ന് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനാണ് അവളുടെ അച്ഛനെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ എനിക്ക് അവളുടെ കണ്ണിലെ ആ തിളക്കം കാണണം. ഇതേ സമയം സുസ്മിത നേരത്തെ വിഷ്ണുവിന്റെ പിറകെ വരുന്നുണ്ടായിരുന്നെങ്കിലും വിഷ്ണു സ്പീഡിൽ വിട്ടുപോയത് കൊണ്ട് വിഷ്ണു എങ്ങോട്ടാണ് പോയത് എന്നറിയാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ വിഷ്ണു ഒരു സ്ഥലത്ത് നിർത്തിയാണ് ശാലിനിയോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിറകെ വന്ന സുസ്മിത ഇപ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. സൈഡിൽ ഒതുക്കാനായി പറയുന്നു, അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാനായിട്ട്. ശാലിനി, താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ വന്ന് സത്യയെ കണ്ടിട്ടേ പോരൂ, ഇനി അതിനൊരു മാറ്റവുമില്ലെന്നും വിഷ്ണു പറഞ്ഞ് ഫോൺ വെച്ചു. അങ്ങനെ വിഷ്ണു പോകുന്നുണ്ട്. സുസ്മിത വിചാരിക്കുന്നു, എന്തോ കാര്യമായ ഏനക്കേട് അവന് പറ്റിയിട്ടുണ്ട്, എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ഒടുവിൽ ശാരദാമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് വിഷ്ണു. വിഷ്ണു അകത്തേക്ക് കയറി വന്നു. ശാലിനിയും വിഷ്ണുവിനെ കാണുന്നുണ്ട്. ശാലിനിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് വിഷ്ണു. വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ സത്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വരണ്ടെന്ന്. പപ്പി വരാൻ കാരണം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. സത്യയ്ക്ക് എന്തുകൊണ്ടാണ് അസുഖം വരാൻ കാരണമെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാനാണ് സത്യയുടെ അച്ഛനെന്ന് സത്യയോട് പറയാൻ പോവുകയാണെന്ന് വിഷ്ണു പറയുന്നുണ്ട്. ശാരദാമ്മ ഇത് കേൾക്കുന്നു. ഇത് സത്യമ്മ വിശ്വസിക്കില്ല എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു, എനിക്ക് വിശ്വാസമാണ്, എനിക്ക് തന്നെ വിശ്വാസമാണ്. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഞാൻ അവളുടെ അച്ഛനാണെന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത്. അവളെ വിളിക്കെന്ന് പറയുന്നു. വിഷ്ണുവേട്ട, പക്ഷേ സത്യമ്മ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അത് എന്നെ ബാധിക്കുന്നതല്ല, എനിക്കിപ്പോൾ സത്യമാണ് മുഖ്യം. ഇതിന്റെ പേരിൽ ഇനി അവള് സങ്കടപ്പെടരുത്, അത്രേ ഉള്ളൂ. ശാരദാമ്മയോട് സത്യ വിളിക്കാൻ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, മോനെ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്, ഇതൊന്നും സത്യാമ്മ അംഗീകരിച്ച് തരാത്തിടത്തോളം നിങ്ങൾക്ക് ഒന്നിച്ചൊരു ജീവിതമില്ല. അപ്പോൾ പിന്നെ സത്യയ്ക്ക് ഇങ്ങനെ ഒരു മോഹം കൊടുക്കണോ? ഇപ്പോൾ അച്ഛനില്ല എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ, പക്ഷേ ഉണ്ട് എന്നറിഞ്ഞിട്ട് ഇല്ലാത്തതുപോലെ ജീവിക്കേണ്ടി വന്നാലോ? ആ കുഞ്ഞിന് താങ്ങാൻ കഴിയില്ല. അപ്പോഴും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ലേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. ഇതേ സമയം സുസ്മിതയും അവിടെ എത്തി. എന്തോ കാര്യമായ സംഗതിയുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര ഓടിച്ചാടി ഇവൻ അകത്തേക്ക് കയറില്ലെന്ന് സുസ്മിത വിചാരിക്കുന്നു. എന്താണെന്ന് അറിയണം. വിഷ്ണു ശാരദാമ്മയോട് പറയുന്നുണ്ട്, ശാരദാമ്മേ, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. സത്യ എൻ്റെ മകളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഉറപ്പിന്റെ പുറത്താണ് ഇനിയുള്ള എൻ്റെ ജീവിതം. സുസ്മിത വിചാരിക്കുന്നുണ്ട്, എടാ നീ എന്താ അത് വിശ്വസിക്കാത്തത്? പപ്പിയും സത്യയും നിന്റെ മകൾ തന്നെയാണ്. അതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് വിശ്വസിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നടക്കുന്നത്. വിഷ്ണു വീണ്ടും പറയുന്നു, സത്യ വിളിക്ക്, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന്. രണ്ടുപേരും അനങ്ങാത്തത് കൊണ്ട് തന്നെ വിഷ്ണു ഉറക്കെ വിളിക്കുന്നുണ്ട് സത്യയെ. സത്യ എവിടേക്ക് ഓടി വന്ന് ഹായ് ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു. മോൾക്ക് സുഖമില്ലാതിരിക്കുകയാണെന്ന് പപ്പി പറഞ്ഞല്ലോ. അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. മോൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. സത്യ പറയുന്നു, ബിഗ് ഫ്രണ്ട് പറഞ്ഞില്ലേ അമ്പലത്തിൽ വിളക്ക് കൊളുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അതുപോലെ ചെയ്തു. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ വരുമെന്നാണ്. ഞാനിവിടെ വെൽക്കം എന്നൊക്കെ എഴുതി അച്ഛനെ കാത്തിരുന്നു, പക്ഷേ അച്ഛൻ വന്നില്ല. വിഷ്ണു ചോദിക്കുന്നു, മോൾ എന്തിനാ ഭക്ഷണം കഴിക്കാതിരുന്നതെന്ന്. അച്ഛൻ വരാത്തോണ്ട്. സത്യമോക്ക് അത് വലിയ വിഷമമായി, അതാ ഒന്നും കഴിക്കാതിരുന്നത്. എല്ലാ കുട്ടികളും എന്നെ കളിയാക്കാണ്. ഫാദേഴ്സ് ഡേക്ക് ബിഗ് ഫ്രണ്ട് വന്നതിനും കൂടി എന്നെ കളിയാക്കി. ഏതൊരു ഓട്ടക്കാരനെ ഞാൻ വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നെന്ന് അവർ പറയുന്നത്. എനിക്ക് അവരുടെ മുന്നിലൊക്കെ എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, കാണിക്കാം. ഇനി അച്ഛനില്ലാത്ത വിഷമം മോൾക്കുണ്ടാകാൻ പാടില്ല, അതിനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. മോളുടെ അച്ഛൻ എന്നെ വിഷ്ണു പറയുമ്പോൾ സത്യ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്കങ്ങനെ വിഷമമൊന്നും ഇല്ല ബിഗ് ഫ്രണ്ട്. അച്ഛൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു. ഇത് കേട്ട് വിഷ്ണു ഒന്ന് ഞെട്ടി. വിഷ്ണു ശാലിനിയും ശാരദാമ്മയൊക്കെ നോക്കുന്നു. ഉടനെ എന്നെ കാണാൻ വരുമെന്നും പറഞ്ഞു. എന്താ മോൾ പറഞ്ഞത്? അച്ഛൻ വിളിച്ചിരുന്നെന്നോ?
എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതേന്നെ, ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, ഞാനും ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ. ജോലി തിരക്കായോണ്ടാ ഇത്രയും കാലം വരാതിരുന്നത് എന്നും പറഞ്ഞു. ഇടുകേട്ട് സുസ്മിതയൊന്ന് ഞെട്ടി. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എടി മിണ്ടാപ്പൂച്ചയെ, ആരടിയത് പുതിയൊരു അവതാരം? ഇതിപ്പോ ഇവരെല്ലാവരും കൂടി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ എൻ്റെ ദൈവമേ. ഇനിയിപ്പോൾ അത് ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇനി അവരുടെ പിന്നാലെ പോണല്ലോ. ഒരു ഞെട്ടലോട് തന്നെ വിഷ്ണു എണീക്കുകയാണ്. ബിഗ് ഫ്രണ്ട്, അച്ഛൻ വരും. അമ്മേ, അച്ഛൻ ഉടനെ വരുമെന്ന് സത്യ പറയുമ്പോൾ എന്തൊക്കെയാ പറയുന്നത്? മോളെ പറ്റിക്കാനായിട്ട് അവൾ വെറുതെ ചുമ്മാ പറയുന്നതാണെന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. ഇല്ലാത്തത് പറയല്ലേ എന്ന് പറയുമ്പോൾ സത്യ വീണ്ടും പറയുന്നുണ്ട്, ഇല്ലാത്തതല്ല, സത്യമാണ്. അച്ഛൻ എന്നോട് പറഞ്ഞതാ നേരിട്ട് വരാമെന്ന്. അച്ഛൻ വരും ബിഗ് ഫ്രണ്ട്. അച്ഛൻ വന്നാലേ ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിക്കാം, അപ്പോൾ കാണാൻ വരണം കേട്ടോ എന്നൊക്കെ പറയുന്നു. മോളിങ് വന്നേ, അപ്പുറത്തെ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ സത്യം കൂട്ടി അപ്പുറത്തേക്ക് പോകുന്നു. ശാലിനി എന്താ ഇത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ് ശാലിനിയോട്. ശാലിനിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. എടോ, താൻ ഇനിയെങ്കിലും ഒന്ന് സത്യം പറ. സത്യ ഫോൺ വിളിച്ചത് ആരാ? പറയടോ, അങ്ങനെ സത്യയ്ക്ക് ഒരു അച്ഛനുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല. അവൾ വെറുതെ ഓരോന്ന്. ഇനി ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരാണെന്ന് എനിക്കറിയില്ല എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു, മതി, എല്ലാം എൻ്റെ മാത്രം തെറ്റാണ്. അമ്മയെ ധിക്കരിച്ച് ഒന്നും പ്രവർത്തിക്കാത്തതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും സഹിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു തീരുമാനത്തിൽ എത്തുകയാണ്. അതിൽ താൻ ഒപ്പം നിൽക്കണം. വിഷ്ണുവേട്ട എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുന്നു. പഴയതുപോലെ വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് മാത്രമായിട്ടൊരു ലോകം, ഞാനും താനും പിന്നെ നമ്മുടെ സത്യമോളും മാത്രം. എടോ, നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണ്ടേ? ഒരുപാട് ആലോചിച്ചതിന് ശേഷമുള്ള തീരുമാനമാണ്. ഇനി അതിലൊരു മാറ്റവുമില്ലെന്നും വിഷ്ണു പറയുന്നു. എന്നിട്ട് വിഷ്ണു കമലനെ ഫോൺ ചെയ്തു. നീ ആ പറഞ്ഞ വീട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാനും ഓക്കെയാണ്, നാളെ തന്നെ എല്ലാം ശരിയാക്കണം, അഡ്വാൻസും കൊടുക്കണമെന്നും പറയുന്നുണ്ട്. ശരിയെന്ന് കമലനും. അപ്പോൾ നാളെ തന്നെ നമ്മൾ മാറുകയാണെന്ന് വിഷ്ണു പറയുന്നു. ഇതെല്ലാം സുസ്മിത കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ അകന്നു നിന്നാൽ നമ്മുടെ ജീവിതം നമ്മളിൽ നിന്നും അകന്നു പോകും. പിന്നെ തിരികെ കിട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നാളെ തയ്യാറായിട്ട് നിൽക്കണം. ഞാൻ വരും, ഇനി ഈ കാര്യത്തിൽ മാറ്റമില്ല എന്നും വിഷ്ണു പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. ശാരദാമ്മയും ഇത് കേൾക്കുന്നുണ്ട്. നാളെ നീ ഒരു വാടക ചീട്ടും എഴുതില്ല, വാടകയ്ക്ക് താമസിക്കാനും പോകുന്നില്ല. അങ്ങനെ പോകുന്നത് ശാലിനിക്ക് സ്വപ്നം കാണാം, പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ കണ്ടോ എന്ന് സുസ്മിത വിചാരിക്കുന്നു. എന്നിട്ട് സുസ്മിത അവിടെ നിന്ന് പോകുന്നു. ശാരദാമ്മയോട് വിഷ്ണു പറയുന്നുണ്ട്, ശാരദാമ്മ കേട്ടല്ലോ ഞാൻ പറഞ്ഞതെന്ന്. ഈ സമയം സുസ്മിത അവിടെ നിന്ന് പോവുകയാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിലൊരു തടസ്സവും ഉണ്ടാകരുത് ശാലിനി. നാളെ ആവട്ടെ, നാളെ കാണാം എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു. ശാരദാമ്മ ശാലിനിയോട് പറയുന്നു, മോളെ ഇതൊരു അവസരമാണ്. വിഷ്ണുമോൻ പറഞ്ഞതുപോലെ നാളെ നിങ്ങൾ റെഡിയായിട്ട് നിൽക്കണം. ഒന്നിച്ച് ഒരു വീട്ടിൽ ഒരു കുടുംബമായി കഴിയണം. സത്യയും ആഗ്രഹിക്കുന്നു. അവൾക്ക് വേണ്ടി അത് സമ്മതിക്കണമെന്ന് ശാരദാമ്മ പറയുന്നു. ശാലിനി അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സത്യ സ്കൂളിൽ വന്നിരിക്കുകയാണ്. സത്യ ഇപ്പോൾ രമേശിനോട് പറയുന്നു, എനിക്ക് അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ അച്ഛൻ എന്നെ ഫോൺ ചെയ്യാറുണ്ടല്ലോ. ചുമ്മാ പറയാതിരിയടി, ഫോൺ ചെയ്യാറുണ്ട് പോലും. എടി, ഞങ്ങൾക്കുണ്ട് അച്ഛന്മാർ. എൻ്റെയും ഇവളുടെയൊക്കെ അച്ഛന്മാരെ എത്ര തവണയായി സ്കൂളിൽ വന്നിരിക്കുന്നത്? നിന്റെ അച്ഛൻ ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ കാണാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എൻ്റെ അച്ഛൻ ഉടനെ വരുമെന്ന് സത്യ. വരും, നീ നോക്കിയിരുന്നോ? വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. നിനക്ക് സ്വന്തമായിട്ട് അച്ഛൻ ഉണ്ടെങ്കിലല്ലേ വരൂ. എങ്ങനെയൊക്കെ? രമേശൻ പറയുമ്പോൾ വീണ്ടും സത്യ ഇങ്ങനെ അച്ഛനുണ്ട്, എനിക്ക് അച്ഛനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞാൽ പോരാ, കാണിക്കണം, പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ കാണിക്കേ, എന്നിട്ട് നീ വീരവാദം പറഞ്ഞാൽ മതി, അച്ഛനില്ലാത്തവളെ എന്ന് വീണ്ടും രമേശൻ വിളിക്കുന്നു. എന്നിട്ട് അവർ കളിക്കാനായി പോകുന്നു. വിഷമത്തോടെ സത്യ നിൽക്കുകയാണ്. പപ്പി സ്കൂളിൽ പോകാൻ പോകുന്നതേ ഉള്ളായിരുന്നു. പപ്പി ഇപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യഭാമയുടെ വീട്ടിലിരുന്ന് ഭാമയും ശ്യാമയും ഒക്കെ ഉണ്ട് അരികിൽ. ഈ സമയം സത്യഭാമയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. വിളിക്കുന്നത് സുസ്മിതയാണ്. പക്ഷേ സുസ്മിതയാണെന്ന് പറയാതെയാണ് ആ വിളി. പേര് പറയാതെയാണ് വിളിക്കുന്നത്. പേരിലല്ലല്ലോ കാര്യം, അറിയിക്കുന്ന കാര്യത്തിലല്ലേ എന്ന് സുസ്മിത. എനിക്ക് ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്ന ശീലമില്ല. അങ്ങനെ പറയുന്നവരെയും എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണമെന്ന് ഭാമ. അതിപ്പോൾ ഫോണിലൂടെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കില്ലല്ലോ എന്ന് സുസ്മിത. എന്താണ് നിനക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്. ശ്യാമ ടെൻഷനോടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കുഞ്ഞേച്ചി പറഞ്ഞ ആ കുട്ടി എങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച്. അങ്ങനെയാണെങ്കിൽ അവൾ പറയാൻ പോകുന്നത് പപ്പി എൻ്റെ മകളല്ല എന്നും പപ്പി ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നും ആയിരിക്കും. ഇതറിയുമ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിരിക്കും. എങ്ങനെ ഈ ഫോൺ കോളൊന്നും മുടക്കുക എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.